ഇത് ചിപ്പി ജോസാൻ്റെ വീടിൻ്റെ തൊട്ടിപ്പുറത്തുള്ള വീട്ടിലെ ചിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അവിടുത്തെ നായ്ക്കുട്ടീനെ ഷൂട്ട് ചെയ്തപ്പോൾ ചിപ്പി ഇവിടെ ഇരുന്ന് നോക്കണ്ടായി. അതാണ് ഞങ്ങൾ ചിപ്പിനെയും കൂടി ഒന്ന് ഷൂട്ട് ചെയ്ത് പറഞ്ഞത്. ചിപ്പിയേ ഇവിടെ നോക്ക്. ആ അങ്ങനെ തന്നെ. കണ്ണോർക്ക് ചിപ്പിയേ. ശല്യല്ലേ? ഒന്നും ചെയ്യില്ല. ഒരു തുണി എടുത്തു കൊടുക്ക, ആള് സുഖമായിട്ട് കിടന്നുറങ്ങിക്കോളും. വേറെ ഒന്നും വേണ്ട. ആള് കൊറേയൊന്നും കണ്ടില്ല, കുറയ്ക്കൊന്നുമില്ല. നല്ല സൈലന്റ് ഇരിക്കണമെങ്കിൽ വളരെ അയ്യടാ. ചിപ്പി ചിപ്പി നോക്കണ്ട കേട്ടോ. സൗണ്ട് കേട്ടപ്പോൾ നോക്കുക. ചിപ്പി കാലിൽ നീട്ടി ഇരിക്കണ ടൈം ഇരിക്കണ്ട. ചിപ്പി കാലത്ത് എന്നിട്ട് കഴിച്ചേ? ആ അതിന്റെ ക്ഷീണുണ്ട്. അതാണ് വിശന്നിട്ടാ. അപ്പൊ എന്തിട്ട് കൊടുക്കാറ് ചിപ്പിക്ക്? അങ്ങനെയൊന്നുമില്ല, ചമ്മന്തി വരെ കൂട്ടിക്കോളൂ. അതെ, മാങ്ങ ചമ്മന്തി എന്ത് വേണേലും കൂട്ടിക്കോളും. പരിപ്പ്, കടല, പയറ് എല്ലാം തിന്നെങ്കിൽ. സ്പെഷ്യൽ ഇങ്ങനെ ഇപ്പൊ മീനോ ഇറച്ചി അങ്ങനെയൊന്നും നിർബന്ധമൊന്നുമില്ല. ഒക്കെ കഴിച്ചോളൂ ആള്. പിന്നെ വലിയ ശല്യമില്ല ആള്. തിന്നറങ്ങ പിന്നെ എന്നിട്ട് ജോലി ചെയ്യാൾക്ക് അല്ല ചിപ്പിയ തിന്നറങ്ങല. അതന്നെ ജോലി. ചിപ്പി കേക്കണ്ട? അത് നാണാവില്ലേ അത് കേക്കാൻ? തിന്നുറങ്ങാന്ന് പറഞ്ഞാൽ കളിയാക്കണ്ട കേട്ടോ ചിപ്പിയെ. ചിപ്പിക്ക് അതൊന്നൊരു വിഷയമില്ല. നമുക്ക് ഫുഡ് കിട്ടാ ചമ്മന്തി ആയാലും കഴിച്ച് നമ്മൾ കിടന്നുറങ്ങും. ചേച്ചി, ഈ ചിപ്പിക്ക് എത്ര വയസ്സായി? 8 വയസ്സായി. 8 വയസ്സായി. ഈ 8 വയസ്സായിട്ടും ചിപ്പിനെ ക്രോസ് ചെയ്യിച്ചു. പക്ഷെ അവിടെ നമ്മളെ പറ്റിച്ചു. എന്ത്? ഒരു 90 ദിവസം മതി എന്ന് പറയുന്നുണ്ട്. പക്ഷെ ആളെ വയറൊക്കെ വലുതായി, മാമൊക്കെ ഇങ്ങനെ താഴ്ത്തു മുട്ടണ പോലെയൊക്കെ ആയി. എന്നിട്ട് ഞങ്ങൾ വിചാരിച്ചത് ഇപ്പൊ പ്രസവിക്കുന്നു. കലണ്ടറിൽ നമ്പറൊക്കെ ഡേറ്റ് ഒക്കെ കുറിച്ചിട്ടുണ്ടായി. പക്ഷെ കാര്യം ഉണ്ടായില്ല. 3 ദിവസം അവള് പറ്റിച്ചു. ഞങ്ങൾ ചോദിച്ചപ്പോ പറയുന്നു ചില പട്ടികൾ അങ്ങനെ അഭിനയിക്കുന്നു. അപ്പൊ കഴിഞ്ഞില്ലേ, നമ്മളെ ഉറക്കൊളിച്ചത് പോയി. പല്ലിളിച്ച് കാണിക്കണ്ട്, കളിയാക്കണ്ട. അത് പറഞ്ഞപ്പോ ലില്ലിയൊക്കെ പറഞ്ഞത് ഇപ്പൊ പ്രസവിക്കുന്നു പറഞ്ഞു. എവിടെ ചിപ്പി ഉണ്ടാണ് ഞാൻ അല്ലേ? അതെ അതെ. അതെ, ചെരുപ്പ് വലിച്ചിട്ടുണ്ടോ? അത് ഗർഭിണിയായിട്ട് അഭിനയിക്കും അതല്ലേ?